ഹായ് എവരിവൺ, ഇന്ന് നമ്മുടെ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുടെ ബർത്ത്ഡേ ആണ്. നമ്മൾ കളി കണ്ടുകൊണ്ടിരുന്നത് സച്ചിനിലും അതേപോലെ രാഹുൽ ദ്രാവിഡ്, സൗരവ് ഗാംഗുലി, വീരേന്ദ്ര സെഹ്വാഗ്, പിന്നീടാണ് നമ്മുടെ കോഹ്ലി വരുന്നു. അദ്ദേഹത്തിൻ്റെ ത്രസിപ്പിക്കുന്ന എത്രയോ മാച്ചുകൾ നമ്മൾ കണ്ടിട്ട്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് 37 വയസ്സായിട്ടുള്ളൂ. ഇപ്പോൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ അദ്ദേഹം ഇനിയൊരു 3 വർഷമോ 4 വർഷമൊക്കെ കളിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഫിറ്റ്നസ് നിലനിർത്തുകയാണെങ്കിൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദിന ക്രിക്കറ്റിൽ 50 ഏകദിന സെഞ്ചുറി അദ്ദേഹം അടിച്ചിട്ടുണ്ട്. രണ്ടാമത് ബാറ്റ് ചെയ്തിട്ട് 27ഓളം സെഞ്ചുറി, അതായത് ചേസ് ചെയ്തിട്ട് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രം 22 ഏകദിന സെഞ്ചുറി അദ്ദേഹം അടിച്ചിട്ടുണ്ട്. അതേപോലെ വേഗതയേറിയ 8000 റണ്ണ്, 9000, 10,000, 11,000, 12,000, 13,000 റണ്ണൊക്കെ അദ്ദേഹമാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് 2023 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റണ്ണ് അദ്ദേഹം അടിച്ചിട്ടുണ്ട്. വേഗത്തിലേറിയ 25 സെഞ്ചുറി, 30 സെഞ്ചുറി, 35 സെഞ്ചുറി, 40, അതൊക്കെ വേഗതയേറിയ ഇന്ത്യൻ താരമൊക്കെ അദ്ദേഹമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 7 ഡബിൾ സെഞ്ചുറി അദ്ദേഹം അടിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്നെ 7000 റൺസ്, അതായത് 81 മത്സരം നിന്ന് 7000 ടെസ്റ്റ് അദ്ദേഹം റൺ നേടിയിട്ടുണ്ട്. വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ 2016, 2018 ആ കാലഘട്ടത്തൊക്കെ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ റണ്ണ് ചേസ് ചെയ്തൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ടെസ്റ്റ് റൺസൊക്കെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ IPL ഒരു ഫ്രാഞ്ചൈസിക്കെതിരെ, അതായത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ റണ്ണ് അടിച്ചിരിക്കുന്നത് അദ്ദേഹമാണ്. അതേപോലെ ഒരു IPL സീസണിൽ 2016 അദ്ദേഹം 973 റണ്ണ് അടിച്ചിട്ടുണ്ട് ഒരു IPL സീസണിൽ. പിന്നെ ഒരു 5 IPL സീസൺ നോക്കുകയാണെങ്കിൽ 500-ലേറെ റണ്ണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. 2016 തന്നെ 4 സെഞ്ചുറി IPL അങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ട്. അതായത് വേഗതയേറിയ T20 മത്സരത്തിൽ നിന്ന് 1000 റണ്ണൊക്കെ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പ്ലെയറാണ്. ശരിക്കും അദ്ദേഹം ഒരു ഇൻസ്പിറേഷനാണ്. അതേപോലെ ഇപ്പോൾ ഉള്ള പുതിയ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് അവർക്കൊരു ഇൻസ്പിറേഷനാണ്, റോൾ മോഡലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലെയറാണ്. കുറച്ചെങ്കിലും നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്നവന് അതിൻ്റെ പ്രയാസം അറിയുള്ളൂ. പുറത്തിരുന്ന് കഥ പറയാനും ചീത്ത പറയാനൊക്കെ ഒരുപാട് ആളുകൾക്ക് പറ്റും. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ കളി കാണുക, ഇഷ്ടപ്പെടുന്നവർ കാണുക. ഹാപ്പി ബർത്ത്ഡേ വിരാട് കോഹ്ലി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിരാട് കോഹ്ലിയുടെ മത്സരം ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം.